ഒന്ന് കൈവയ്ക്ക്. ഞാൻ പുതിയ കുട്ടികളോട് ചോദിക്കട്ടെ, എവിടെയാ പുതിയ കുട്ടി? എന്തിനാണ് മോള് ഈ അമ്മി ഉപയോഗിക്കണേന്ന് അറിയോ? അരയ്ക്കാൻ. ഒരു കയ്യടി കുട്ടിക്ക് കൊടുത്തോളൂ കേട്ടോ. സ്കൂളുകളിൽ ചെന്ന് അത് ഈ CBSE സ്കൂളിൽ പോകുമ്പോഴാണ് കൂടുതലും കുട്ടികളോട് ചോദിക്കുമ്പോൾ കൈമുള്ളെടുത്ത് അരയ്ക്കാൻ അറിയില്ല. എന്തിനാണെന്നറിയില്ല. അമ്മി നാട്ടിൻപുറത്തെ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് അറിയാം. വീട്ടിൽ അമ്മി ഉണ്ടാവും അല്ലേ? ഈ അമ്മി വിട്ട് എങ്ങനെയാ അരയ്ക്കാമെന്ന് കാണിച്ചേ. അമ്മി വിട്ട് അരയ്ക്കണത് അതിനൊരു താളമില്ലേ അമ്മേ? ഇല്ലേ? പഴയ കാലത്തെ നിങ്ങളുടെയൊക്കെ ആ ചെറുപ്പത്തിലേക്ക് ഒന്ന് പോയി. ചെറുപ്പമല്ല, ആ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ നിറവയറുമായിട്ട് നിൽക്കുന്ന ഒരു സമയം, നിറവയറുമായിട്ട് നിൽക്കുന്ന അമ്മമാരുടെ സമയം. ഒന്ന് വാ നിങ്ങള്, അങ്ങനെ അനുഭവിച്ചിട്ടുള്ള ആളുകളെ. വീട്ടിലൊരു മുതുമുത്തശ്ശി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മുത്തശ്ശി ഉണ്ടെങ്കിൽ പറയും ഇങ്ങനെ, ഈ എളിക്കും കൈയും കൊടുത്ത് എവിടെയെങ്കിലും നിൽക്കണ കണ്ടാലും ഇരിക്കണ കണ്ടാൽ പറയും, എടി നീ വെറുതെ ഇരിക്കല്ലേ, അമ്മിയിട്ട് അരക്കി, അല്ലെങ്കിൽ ഒരയിലിട്ട് ഇടിക്കി, അല്ലെങ്കിൽ ചൂലെടുത്ത് കുനിഞ്ഞെന്ന് മുറ്റൊക്കെ ഒന്ന് അടുക്കി. എന്തിനായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? ആ മുത്തശ്ശി പറയുന്നത് എങ്ങനെ? നിറവേറുമായിട്ട് നിൽക്കുന്ന അമ്മയോട് പറയണ ചൂലെടുത്ത് കുനിഞ്ഞെന്ന് മുറ്റടിക്ക്. എന്തിനായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ശിവപ്രസാദ് അല്ല, സുഖപ്രസവം എന്ന് പറഞ്ഞ ഒരു കയ്യടി കൊടുത്തോട്ടോ ശിവപ്രസാദിന്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. എന്താണെന്ന് വെച്ചാലേ അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചത്. വ്യായാമം കിട്ടും, അതൊരു കാര്യമാണ്. ഈ പൂർവികന്മാർ ഉണ്ടാക്കിയിട്ടേക്കണ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ സത്യത്തിലേക്ക് വരുന്നൊരു കാലഘട്ടം ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാല് അത് മാത്രമല്ല, 6-ാം മാസം ഉള്ളിൽ കിടക്കുന്ന കുട്ടിക്ക് കാതുകൾ മുളക്കി. അവൻ ചുറ്റുമുള്ള ശബ്ദങ്ങളെ കേൾക്കാൻ തുടങ്ങും. അമ്മയുടെ വയറ്റിലിട്ട് ചവിട്ടാൻ തുടങ്ങും അല്ലേ? അമ്മിക്കൊരു താളമുണ്ട്. ഒന്ന് അരച്ചേ അമ്മിക്ക്. ഈ നിറവേറുമായിട്ട് ഈ അമ്മയുടെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ ഉള്ളിൽ കിടക്കുന്ന കുട്ടി ഒരു തൊട്ടിൽ കിടക്കണ പോലെ വയറിനകത്ത് കിടക്കുന്നുണ്ടാവും ഇല്ലേ? ഞാൻ അരയ്ക്കാൻ പോണേ, കൂടെ കൈയടിക്കണേ. ഇന്നലെ അന്തിക്കു അമ്മ തന്നുമ്മയ്ക്കു ചക്കര തുണ്ടിൻ മധുരമില്ലേ, എൻ കുഞ്ഞൂറങ്ങിക്കോൾ, എൻ കുഞ്ഞൂറങ്ങിക്കോൾ, എൻ കുഞ്ഞൂറങ്ങിക്കോൾ എൻ്റെ തങ്കം. ഇതിനൊക്കെ ഒരു താളമുണ്ട് ഇല്ലേ? ഉള്ളി കിടക്കുന്ന കുട്ടിക്ക് ഒരു താളബോധം കിട്ടുന്ന പറയാ. തൊട്ടിലി കിടന്ന് ആടുന്ന പോലെ ആടുന്നു. ഇനി എത്ര വീട്ടിൽ ഒരലുണ്ട്? ഒരല് എത്ര വീട്ടിലുണ്ട് ഒരല്ലേ? ഇപ്പൊ ഒന്ന് കാണിച്ചേ, കൈപൊക്കെ അറിയാനാണെന്നേ. നാട്ടുമ്പുറ ആയതുകൊണ്ട് കുറച്ച് പേരെങ്കിലും കൈപൊക്കും. ഇനി ഒരലിലിട്ട് എങ്ങനെ ഇടിക്കുക? കെട്ടിയവനിടിക്കുന്നതല്ല, ഒരലിലിട്ട് ഇടിക്കണത്. അതിനൊരു താളമുണ്ടേ. ഇതേ പഴയ കാലത്തെ താളം. ഞാൻ ഇടിക്കാൻ പോണ്, കൂടെ കൈയടിച്ചു. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്ത് പണിയാണോ? ഞങ്ങളുടെ നാട്ടിലൊക്കെ നെല്ലുകുത്തലാണോ? നെല്ലുകുത്തലെങ്ങനടി മോതിര കുറത്തി, നെല്ലുകുത്തൽ ഇങ്ങനെ ഇങ്ങനെ പിന്നിങ്ങനെ, ഇങ്ങനെ പിന്നിങ്ങനെ, ഇങ്ങനെ പിന്നിങ്ങനെ. ഇതൊക്കെ കേട്ടിട്ടില്ലേ നമ്മുടെ കാലഘട്ടം? ഇന്ന് പുതിയ കുട്ടികൾക്ക് ഈ പാട്ട് പാടിക്കൊടുക്കാൻ ആർക്കെങ്കിലും സമയമുണ്ടോ? അപ്പോൾ ഇന്ന് എവിടെയാണ് നിറവയറുമായിട്ട് നിൽക്കുന്ന അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ?